തലസ്ഥാന മേയർ വി രാജേഷ് നഗരപരിധിയിലെ ജനങ്ങൾ മഴക്കെടുതിയിലും കടൽക്ഷോഭത്തിലും പെട്ട് ബുദ്ധിമുട്ടുന്നതിന്റെ റീൽസ് അങ്ങ് അമേരിക്കയിലെ മുറിയിലിരുന്ന് കണ്ട് രസിക്കുന്നതിന്റെ ദൃശ്യം പുറത്തു വന്നിട്ട് കേരളത്തിൽ എന്തൊരു ശാന്തതയാണ്. നമ്മുടെ നാട്ടിൽ കുറേയേറെ നികുതിപ്പണ സ്നേഹികൾ ജീവിച്ചിരുന്നു. ഇടതുപക്ഷ സർക്കാരോ അല്ലെങ്കിൽ അന്നത്തെ നഗരസഭാ മേയറോ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ ഉടനടി ഇതാ കേരളത്തിന്റെ നികുതിപ്പണം പൊടിച്ചു പോകുന്നേ എന്ന് നിലവിളിച്ചിരുന്ന കുറേയേറെ പേർ ഇപ്പോൾ അവരെല്ലാം ചത്തുപോയോ എന്നൊരു സംശയമുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്തൊരു ശാന്തതയാണ്. അധികാരം കിട്ടി കഴിഞ്ഞ 6 മാസത്തിനിടയിൽ എന്ത് ചോദിച്ചാലും ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, ഞങ്ങൾ ഇപ്പോൾ ആ കസേരയിലോട്ട് ഇരുന്നതല്ലേ ഉള്ളൂ എന്ന ന്യായീകരണം അടിച്ചിരുന്നവർ ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് വന്ന് ആ കസേരയിൽ ഒന്ന് ഇരുന്നുടനെ അമേരിക്കൻ വിസ ഒപ്പിച്ച് ലക്ഷങ്ങൾ പൊടിച്ച് ടൂറ് പോയിരിക്കുന്ന ആ വിശാല ഹൃദയത്തിൽ ഒരക്ഷരം പോലും വിമർശനം ഉണ്ടാകാതെയോ അല്ലെങ്കിൽ മേയർ അമേരിക്ക ടൂർ പോയി എന്ന വാർത്ത പ്രസിദ്ധീകരിക്കാത്ത മാധ്യമങ്ങൾ സംഘപരിവാറിന് കൊടുക്കുന്ന ജാഗ്രത നാട്ടുകാർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നലകളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയാൽ വരെ വലിയ പ്രശ്നമായിരുന്നവർ ഇന്നിപ്പോ കോരന്റെ മകൻ പോയപ്പോ ഉറഞ്ഞു തുള്ളിയവർ, രാജേഷ് നായർ പോയപ്പോ ഇത്രമാത്രം ശാന്തമായി അതൊക്കെ ആവശ്യം തന്നെയാണ്, അവരൊക്കെ പോകേണ്ടവർ തന്നെയാണ് എന്ന നിലയ്ക്ക് അതിനെ നിശബ്ദമായി കണ്ടാസ്വദിക്കുന്നവരുടെ മനോഭാവം കേരളത്തിന് ചിന്തിക്കാവുന്നതാണ്. എന്തുകൊണ്ട് ആര്യ രാജേന്ദ്രൻ പോയപ്പോൾ വിവാദമായി, എന്തുകൊണ്ട് പിണറായി പോയപ്പോൾ വിവാദമാകുന്നു, സോഷ്യൽ മീഡിയയിൽ വല്ലാത്ത വിമർശനമുയരുന്നു. എന്നാൽ അതേ കാര്യങ്ങൾ സംഘപരിവാറുകാർ വന്ന് ചെയ്താൽ അതൊക്കെ സർവ്വസാധാരണമാണ്, സ്വാഭാവികമാണ്. ഒരു ശാന്തമായ അന്തരീക്ഷം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നാട്ടുകാർക്ക് നോക്കിക്കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. തിരുവനന്തപുരത്ത് കടൽക്ഷോഭത്തിൽപ്പെട്ട് ആൾക്കാരെ കാണാനില്ലാത്ത സാഹചര്യമുണ്ട്. പലയിടങ്ങളിലും തെരച്ചിൽ പോലും നടത്താത്ത അവസ്ഥയുണ്ടെന്നുള്ള പരാതികൾ തീരദേശ മേഖലയിൽ നിന്ന് ശക്തമായി ഉയരുന്ന അവസ്ഥ. പുട്ടി മേയറെ ഏൽപ്പിച്ചിട്ട് മേയർ 8 ദിവസത്തെ അമേരിക്കൻ ടൂറിന് പോയി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കഴിഞ്ഞ സർക്കാർ അധികാരമേറ്റ 6ാമത്തെ മാസത്തിൽ ഇങ്ങനെ ഒരു വിദേശയാത്ര പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ നാട്ടിലെ പുകിൽ. അമേരിക്കയിലല്ല, എവിടെ വേണോ രാജേഷിന് പോകാം, അവിടത്തെ സമ്പന്നരുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്താം. അതിനുശേഷം മലയാളികളായിട്ടുള്ള 2 മേയർമാരെ വിദേശത്തിരിക്കുന്ന അല്ലെങ്കിൽ അമേരിക്കൻ പൗരന്മാരായിട്ടുള്ള സംഘികൾ ചേർന്ന് കൂടിക്കാഴ്ചയൊക്കെ നടത്താൻ അവസരമുണ്ടാക്കി വീഡിയോ എടുപ്പിച്ച് അതിനെന്തോ വലിയ ചർച്ചയാക്കി നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ അവതരിപ്പിക്കുകയാണ്. ഒരു കാര്യം മാത്രമേ തിരിച്ചു ചോദിക്കാനുള്ളൂ, ആറ്റുകാൽ പൊങ്കാല ഇത്തവണ നഗരസഭ കുളമാക്കി. ആ അമേരിക്കയിലുള്ള ഏതെങ്കിലും മേയറുമായിട്ട് എങ്ങനെ ആറ്റുകാൽ പൊങ്കാല കുറ്റമറ്റതാക്കി മാറ്റാൻ പറ്റുമെന്ന് ചർച്ച നടത്താൻ പറ്റുമോ? കാര്യം അവിടെ പൊങ്കാലയില്ല, അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പിന്നീട് തലസ്ഥാനത്തെ കുടിവെള്ള പ്രശ്നം, ഈ അമേരിക്കയിലെ ഏതെങ്കിലും മേയറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയാൽ തലസ്ഥാനത്തെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വരുമോ? തലസ്ഥാനത്തെ വൈദ്യുതിയുടെ പ്രശ്നം, തെരുവിളക്കുകൾ കത്താത്ത അവസ്ഥ, അത് അമേരിക്കയിലെ ഏതെങ്കിലും മേയറുമായി 6 മാസത്തിനകം കൂടിക്കാഴ്ച നടത്തിയാൽ പരിഹാരമാകുമോ? അപ്പോ ഇതൊക്കെ ചില നാടകങ്ങൾ അവിടുത്തെ പൗരന്മാരായിട്ടുള്ള നായർ സംഘികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറച്ച് മേയർമാരുമായിട്ടൊക്കെ ഇരുത്തി വീഡിയോ ഫോട്ടോഷൂട്ട് നടത്തി കേരളത്തിലേക്ക് അയച്ച് ഞാൻ അവിടെ എന്തോ വലിയ ഡിസ്കഷൻ നടത്തി എന്നാണ് പറയുന്നത്. ഇവിടെ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നില്ല, പിന്നെയാണ് അമേരിക്കയിൽ പോയി ഉപദേശം തേടിയിട്ട് വരുന്നത്. ഡൽഹിയിൽ ഒരാഴ്ച പോയി നിന്ന് വലിയ ഉപദേശങ്ങൾ തേടിയിട്ട് വന്നതിന് ശേഷമാണ് ആറ്റുകാൽ പൊങ്കാല കുളമായത്, കുടിവെള്ള പ്രശ്നമില്ലാത്ത സാഹചര്യം ഉണ്ടായത്. നഗരത്തിൽ പെയ്ത ആദ്യ മഴയിൽ തന്നെ നഗരം മുങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. ഇങ്ങനെ സകലതിലും പ്രശ്നമുണ്ടായതിനു ശേഷം അമേരിക്കയിൽ പോയി അവിടുത്തെ മലയാളി വംശജരായിട്ടുള്ള ചിലരെയൊക്കെ നമ്മൾ PR വർക്കിന് വിളിച്ചു വരുത്തി ഇമാതിരി ഫോട്ടോഷൂട്ട് നടത്തി കഴിഞ്ഞാൽ കേരളത്തിൽ അതെന്തോ നടപ്പാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ കാലാവസ്ഥയും കേരളത്തിലെ കാലാവസ്ഥയും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് ഈ നാട്ടിൽ അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം. അതുകൊണ്ട് ഈ നാടകങ്ങൾ നടത്തുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളിലുള്ള സംഘപരിവാറുകാർ അതിനോടെല്ലാം എങ്ങനെയാണ് വിനീതദാസന്മാരെ പോലെ കണ്ടാസ്വദിക്കുന്നതെന്നും അത്തരം യാത്രകളെക്കുറിച്ച് ഒരു വാചകത്തിൽ പോലും വിവാദമുണ്ടാക്കാതെ അവർ പൊതിഞ്ഞു പിടിക്കുന്ന ജാഗ്രത കൂടി നാട്ടുകാർ ശ്രദ്ധിക്കേണ്ടതാണ്.